ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട എന്ന സ്ഥലത്ത് പെസ്ലാൻഡ് എന്ന് പറഞ്ഞ അക്വേറിയമാണ്. ഈ അക്വേറിയം ഒരു വീട്ടിലാണ് ചെയ്യുന്നത്. നമുക്കിവിടെ കുറച്ച് മീനിനെ പരിചയപ്പെടാനാണ് വന്നത്. പരിചയപ്പെട്ട ചേട്ടമുണ്ട്, നമുക്ക് കുറച്ച് മീനിനെ പരിചയപ്പെട്ട് നോക്കാം, കാണാം. ആദ്യം ടെക്സിഡയാണ്. ഗപ്പിയുടെ ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് ടെക്സിഡോ. മാർക്കറ്റിൽ പല തരമുള്ള ടെക്സിഡോകൾ നമുക്ക് ഇന്ന് ലഭ്യമാണ്. അതായത് ഒരു വെറൈറ്റിയാണ്. അടുത്ത് എല്ലാവരും മിക്സഡ് വെറൈറ്റിയാണ്. ഓരോ ഇനത്തിൻ്റെ മീനുകളിലുണ്ട്. ഇവിടെ കാണാൻ കോബ്രയുടെ വെറൈറ്റി ഉണ്ട്, റെഡ് ടെയിലിൻ്റെ ഉണ്ട്, പിന്നെ ക്രോസ് ആയിട്ടുള്ള ഉണ്ട്. എന്നാലും നല്ല ഭംഗിയുണ്ട് കാണാൻ. ഫയർഡ് ഗപ്പീസാണ്. ഇത് ബ്രീഡ് ചെയ്യാനും വളരെ എളുപ്പമാണ്. പെട്ടെന്ന് രോഗങ്ങളൊന്നും വരില്ല. എല്ലാ വെള്ളത്തിലും ഇണങ്ങി കിടക്കും. ബ്രീഡ് ചെയ്ത് തുടങ്ങുന്നവർക്ക് പറ്റിയ നല്ലൊരു ബ്രീഡാണ് ഇത്. അടുത്തതായി കുറച്ച് ഫീമെയിൽ ഫൈറ്റേഴ്സാണ്. ഇത് നമുക്ക് കാണാൻ കുറേ ഫീമെയിൽ ഫൈറ്റേഴ്സ് ഉണ്ട്. ഹൈബ്രിഡ് വെറൈറ്റീസിലെ ഫീമെയിൽ ഫൈറ്റേഴ്സിനുണ്ട്. ഇനി അടുത്ത് കാണാൻ വേണ്ടി ചുമ്മാ ഒന്ന് പിടിച്ചു നോക്കാം. അടുത്തതായി കുറച്ച് ക്യാറ്റ് ഫിഷാണ്. നമ്മുടെ നാട്ടിൽ മുഷി എന്നൊക്കെ പറയും.
ഇവിടെ ഇതേപോലുള്ള സിമെന്റ് ടാങ്കിലാണ് മീനെ വളർത്താനും ബ്രീഡും ചെയ്യുന്നത്. ഇവിടെ സാധാരണക്കാർക്ക് ചിലപ്പോഴേ വില കൂടുതലായിരിക്കും. നമുക്ക് സാധാരണ പ്ലാസ്റ്റിക് ഷീറ്റ് അതേപോലെ ബ്രീഡ് ചെയ്യാം. ഇതിൽ കൂടെ ആകുമ്പോൾ അല്പം നിശ്ചലമാണ്. എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അവരുടെ മീനുകൾ ചത്തുപോകുന്നെന്ന്. ഞാനിവിടെ ചാനൽ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഈ കാലാവസ്ഥയുടെ ഇതാണ്. ഈ ചൂട് കാരണം വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ പെട്ടെന്ന് മാറുകയും രാവിലെ നല്ല തണുപ്പായതുകൊണ്ട് ടെമ്പറേച്ചർ മാറുകയും ചെയ്യുന്നതുകൊണ്ട് ഈ മീനുകൾക്ക് അത് പെട്ടെന്ന് അതിനോട് മാച്ചാകാൻ പറ്റുന്നില്ല. അങ്ങനെ കുറേ മീനുകൾ ചത്തുപോകും. മെയിനായിട്ടും ടെമ്പറേച്ചർ പറഞ്ഞ വ്യത്യാസം തന്നെ. നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ഇതേപോലെ വെള്ളത്തിൽ മാക്സിമം നമ്മൾ പായലൊക്കെ ഇട്ട് എന്നാലും മാക്സിമം മീനുകൾ അത് രക്ഷിക്കും. നമ്മൾ ടെമ്പറേച്ചറിൻ്റെ വ്യത്യാസം പറയുകയാണ് കാരണം ചില കാലാവസ്ഥയുള്ള മീനുകൾക്ക് അനുവദിച്ച് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ഇതൊക്കെ ഹൈബ്രിഡ് ഗപ്പീസൊക്കെ വളർത്തുമ്പോൾ മാക്സിമം ലൈഫ് ഫുഡ് തന്നെ കൊടുക്കാൻ നോക്കുക. മൊയ്ന, മസ്കിറ്റോ ലാർവ, അതായത് നമ്മൾ പൂത്താടി അങ്ങനെയൊക്കെ മാക്സിമം കൊടുത്താൽ പെട്ടെന്ന് വളരുന്നു. സാധാ ഫുഡിൽ കൂടിയ ഗപ്പീസൊന്നും അങ്ങനെ പെട്ടെന്ന് സൈസ് വെക്കില്ല. അപ്പോൾ നമ്മൾ മാക്സിമം ലൈഫ് ഫുഡിനെ കൊടുക്കാൻ നോക്കുക. മൊയ്ന അങ്ങനത്തെ ഫുഡുകളൊക്കെ. ഇവിടെ കുറച്ച് ഫൈറ്റേഴ്സ് ഉണ്ട്, കാണാം. ഫൈറ്റേഴ്സ് വെറൈറ്റി ഇതൊക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെല്ലാം സപ്പോർട്ട് വേണം. ഇതേപോലെ പുതിയ പുതിയ വീഡിയോസിന് ഇറങ്ങിക്കൊണ്ടിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബൈ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോ കാണാം. ബൈ.